നമ്മൾ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ചില വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ധരിക്കരുത് എന്നുള്ള നിയമം. ഇത് വർഷങ്ങളായി നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യം. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പൂർവികർ അങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാകും. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് വൈറ്റമിൻ ഡി പതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയത് എന്ന് പറയാം. ഇന്ന് നമ്മൾ എല്ലാത്തിനും ടാബ്ലറ്റ് കഴിക്കുന്നു. വൈറ്റമിൻ ഡി, സി, ഏത് വേണമെങ്കിലും ഇപ്പോൾ ഗുളികകൾ വിഴുങ്ങുന്ന നമ്മൾ. ഇതിനു പകരം പണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ഇവ സുലഭമായി ലഭിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഹിന്ദുക്കൾ മിക്കവാറും ദിവസങ്ങളിൽ പുലർച്ചെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. സന്ധ്യാസമയത്തും ദർശനം നടത്തിയിരുന്നു. ഈ ഇളവെയിലിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് പതിക്കുന്ന വൈറ്റമിൻ ഡി, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അന്ന് ഉണ്ടാക്കി വെച്ച നിയമം. ഇന്നത്തെ പല കുട്ടികളും സൂര്യനെ കാണുന്നതേയില്ല. സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതേയില്ല. അവർ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നില്ല. ശരീരം പെട്ടെന്ന് തന്നെ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ബുദ്ധിമാന്മാരായ ആ പൂർവികർ ചില കാര്യങ്ങൾ അന്ന് നിയമങ്ങളാക്കി വെച്ചു. ഇന്ന് വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ഡോക്ടർമാർ നമുക്ക് തരുന്നു. അന്ന് ഇതൊന്നും തന്നിരുന്നില്ല. പ്രകൃതിയിൽ നിന്ന് തന്നെ ഇവയെല്ലാം നമ്മൾ സ്വാഭാവികമായി സ്വീകരിച്ചു പോന്നിരുന്നു.